Hello, welcome to Mathsion IIT JAM 2024 Solution Series. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ അനാലിസിസിലെ ക്വസ്റ്റ്യൻ നമ്പർ 46 ആണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ 2025 ജാം CUET കമ്പൈൻഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ മാസം 25-ന് മെയ് 25-ന്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജാം 2025 അതുപോലെ CUET PG 2025 ഇത് രണ്ടിനും കൂടെയുള്ള ഒരു കമ്പൈൻഡ് കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, കാരണം എക്സാമുകൾ തമ്മിൽ വളരെ ചെറിയ ടൈമിൻ്റെ ഡിഫറൻസ് അതിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഈവൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഓൾറെഡി സെക്കൻഡ് ഇയർ വരെ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി സിലബസ് BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അറിയുന്ന നോളജ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഒരു ക്യൂസ് മോഡലിലാണ് നടക്കുന്നത്. അതും നമ്മൾ ഡെയിലി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അതുപോലെ ചില ലൈവ് സെഷൻസ് ഒക്കെ അതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കും. ഓക്കെ, സോ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാട്സപ്പ് നമ്മുടെ ഈ ഒരു QR കോഡിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് S equal to set of all f from a set of real numbers to real numbers where f is a polynomial and f of x equal to f of x whole power 2024 for every x belongs to R. Okay, then the number of elements in S is okay. സോ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. എന്താണ്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്ത പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. എങ്ങനെയുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ പവർ 2024 ആയിട്ട് വരുന്ന രീതിയിലുള്ള പോളിനോമിയൽസ് ഫോർ എവറി എക്സ് ഇൻ ആർ. ഓക്കെ, അങ്ങനെയുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് എസ്. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എഫ് ഒരു പോളിനോമിയൽ ആണല്ലോ. പോളിനോമിയൽ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a0 plus a1x plus a2x square plus etc plus an x power n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഞാനിത് രണ്ട് കേസ് ആയിട്ട് എടുക്കണം. ആദ്യം കേസ് 1 എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെയുള്ള a0 എന്ന് എഴുതാം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സി എന്ന് എഴുതാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a0 ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് a0. എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഈക്വൽ ടു എന്ത് കിട്ടും? a0 ആണെന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഓൾറെഡി ഇതിലുണ്ടാവണമെങ്കിൽ ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് റേസ് ടു 2024 ആയിരിക്കണം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഹോൾ പവർ 2024 അല്ലെ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ a0 ആണെന്ന് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ a0 ആണ്. സോ a0 റേസ് ടു 2024 എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a0 എന്നുള്ളത് ഒന്നാമതും ഇത് രണ്ടും കിട്ടി. സോ ഫ്രം 1 and 2 വി ഗെറ്റ് എന്താണ്? a0 ഈക്വൽ ടു a0 റേസ് ടു 2024 എന്ന് കിട്ടി അല്ലെ. ഇംപ്ലൈസ് എന്ത് കിട്ടും? a0 റേസ് ടു 2024 മൈനസ് a0 ഈക്വൽ ടു 0. ഓക്കെ, a0 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ a0 റേസ് ടു 2023 ടൈംസ് മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ഇംപ്ലൈസ് a0 ഈക്വൽ ടു 0 ഓർ എന്താണ്? a0 റേസ് ടു 2023 ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എന്താണ്? a0 റേസ് ടു 2023 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സോ ഒരു റിയൽ നമ്പറിന്റെ ഓഡ് പവർ 1 വരണമെങ്കിൽ എന്തായിരിക്കണം? ആ a0 എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലെ. എക്സ് റേസ് ടു എക്സ് ക്യൂബ് 1 ആവണമെങ്കിൽ എക്സ് 1 ആവണം അല്ലെ. എക്സ് റേസ് ടു 2023 1 ആവണമെങ്കിൽ എക്സ് 1 ആവണം. സോ a0 രണ്ട് ചാൻസ് ആണുള്ളത്.
എ നോട്ട് ഈക്വൽ ടു 0 ഓർ എ നോട്ട് ഈക്വൽ ടു 1. അതായത് എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഈ രണ്ട് ഫങ്ഷൻസും കോൺസ്റ്റന്റ് ഫങ്ഷൻസും എന്തായിരിക്കണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ എന്ത് പറയാൻ പറ്റും, വിച്ച് ബിലോങ്സ് ടു എസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എസ് എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് എസ് എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് എന്തൊക്കെ കിട്ടി, ഒന്ന് 0 എന്നുള്ള ഫംഗ്ഷൻ കിട്ടി, ഒന്ന് 1 എന്നുള്ള ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, ഇനി എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് കണ്ടു, ഫംഗ്ഷൻ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ എന്താണെന്ന് കിട്ടി. ഇനി എന്താണ് നമ്മൾ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ എന്താണെന്നാണ് നോക്കുക. ഓക്കെ, സോ എഫ് ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എ നോട്ട് പ്ലസ് എ നോട്ട് എക്സ് പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് a 2024 x raised to 2024 പ്ലസ് എക്സെട്ര പ്ലസ് an x പവർ n എന്നുള്ള ഫോമിലായിരിക്കും അല്ലെ. ഇതാണ് എഫ് ഓഫ് എക്സിന്റെ ഫോം ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സം യു എന്ന് വിളിക്കുകയാണ് കേട്ടോ, യു എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് യു എന്ന് എഴുതാം അല്ലെ. എഫ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ നോട്ട് പ്ലസ് a1 യു പ്ലസ് a2 u² പ്ലസ് എക്സെട്ര പ്ലസ് a 2024 u raised to 2024 പ്ലസ് എക്സെട്ര പ്ലസ് an u പവർ n എന്ന് വരും. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ നമുക്കറിയാം, ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് റേസ് ടു 2024 ആണ് നമുക്കറിയാം അല്ലെ, ഈ എസിൽ ഉണ്ടാവണമെങ്കിൽ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, എ നോട്ട് പ്ലസ് a1 u പ്ലസ് എക്സെട്ര പ്ലസ് a 2024 u raised to 2024 പ്ലസ് എക്സെട്ര പ്ലസ് an u പവർ n ഈക്വൽ ടു ഇതെന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യു ആണ്. അപ്പൊ യു പവർ 2024 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുന്നു. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ യു റേസ് ടു 0ന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് എ നോട്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുമില്ല. സോ എ നോട്ട് ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി യുവിന്റെ കോഎഫിഷ്യൻസ് റൈറ്റ് സൈഡിൽ 0 ആണ്, ലെഫ്റ്റ് സൈഡിൽ a1 ആണ്. സോ a1 ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, എക്സെട്ര നമുക്ക് എന്ത് ചെയ്യും, എല്ലാ anകളും ഈക്വൽ ടു 0 കിട്ടും, എക്സെപ്റ്റ് ഏത്, ഇവിടെയുള്ള യു റേസ് ടു 2024ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ യു റേസ് ടു 2024ന്റെ കോഎഫിഷ്യന്റ് a 2024 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ എ നോട്ട് പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ് a 2024 x റേസ് ടു 2024 പ്ലസ് എക്സെട്ര പ്ലസ് an x പവർ n എന്നുള്ളത് ഈക്വൽ ടു എന്താണ്, a നോട്ട് 0 ആണ്, a1x 0 ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് a 2024 എന്ന് പറഞ്ഞാൽ 1 ആണ്, x റേസ് ടു 2024 പ്ലസ് എക്സെട്ര പ്ലസ് a എന്ന് പറഞ്ഞാൽ 0 ആണ്, x പവർ n. സോ അവസാനം എന്ത് മാത്രമേ ബാക്കി വരുള്ളൂ, x പവർ 2024 മാത്രമേ ബാക്കി വരുള്ളൂ. സോ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എസിൽ ഉണ്ടാവുന്നത് ആകെ എന്താണ്, എക്സ് റേസ് ടു 2024 മാത്രമായിരിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ ഒരു എലമെന്റും കൂടെ നമുക്ക് കിട്ടി. സോ നമ്മുടെ എസ് എന്ന് പറയുന്നത് 0, 1 അതുപോലെ എക്സ് പവർ 2024 എന്നുള്ള 3 എലമെന്റ്സ് ആണ് ഈ സെറ്റിൽ ഉണ്ടാവുക. സോ ആൻസർ ഈസ് 3. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ജസ്റ്റ് ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ കോഴ്സിന്റെ കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. അതിൽ നമ്മുടെ ഡിസ്കഷൻസ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഓറിയന്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.